ഫോട്ടോ കാണിച്ചു ബബിത എടുത്ത ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് തന്നെയാണ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിയെ തസ്മിത് എവിടെയെന്നുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത്? ബസ്സിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റ് പ്രദേശങ്ങൾ ഏതൊക്കെ കേന്ദ്രീകരിച്ചാണ് അവിടെ തെരച്ചിൽ? അശ്വതി, ഇപ്പോൾ പോലീസ് ഒറ്റ തെരച്ചിൽ മാത്രമേ നടത്തുള്ളൂ. അത് എനിക്ക് മുന്നിൽ കാണുന്നത് ഇവിടെ റെയിൽവേ പോലീസിന്റെ RPF കന്യാകുമാരി RPF CCTV കൺട്രോൾ റൂമാണ്. അവിടെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസ് പരിശോധിക്കുന്നത്. പെൺകുട്ടി ഐലൻഡ് എക്സ്പ്രസിൽ കന്യാകുമാരിയിലേക്ക് വന്നു എന്നതിനുള്ള ഏക തെളിവ് ബബിത എന്ന വിദ്യാർത്ഥി ട്രെയിനിൽ വെച്ചെടുത്ത ആ ഫോട്ടോ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു തെളിവും ആ പെൺകുട്ടി ഇവിടേക്ക് വന്നു എന്നതിന് ഇല്ല. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ വന്നിറങ്ങിയതിനും ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. CCTVയിൽ ഒന്നും അത്തരം ഒരു ദൃശ്യവും പതിഞ്ഞിട്ടില്ല. അതാണ് പോലീസിനെ കുഴക്കുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു മൊഴി മാത്രമാണ് കണ്ടു എന്നുള്ളത്. പക്ഷെ അത് അത്രത്തോളം പോലീസ് വിശ്വസിക്കുന്നില്ല. 3:15 ട്രെയിൻ ഇവിടെ ഇന്നലെ വൈകിട്ട് എത്തിയത്. അത് പിന്നീട് ഇവിടെ നിന്ന് അതേ ട്രെയിൻ തന്നെയാണ് ഇവിടെ നിന്ന് ട്രെയിൻ ക്ലീൻ ചെയ്ത് മുഴുവൻ ആളുകളും ഇവിടെ ഇറങ്ങിയ ശേഷം ക്ലീൻ ചെയ്ത് പുതിയ എഞ്ചിൻ ഘടിപ്പിച്ചാണ് അത് ചെന്നൈയിലേക്ക് ആ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ട്രെയിനുള്ളിൽ പെൺകുട്ടിക്ക് ഇരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ട്രെയിൻ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 എത്തിയ പെൺകുട്ടി എങ്ങനെ ഇന്ന് രാവിലെ വെളുപ്പിന് 5:30 ബീച്ച് സൈഡിലേക്ക് പോയി എന്ന ഓട്ടോ ഡ്രൈവർ പറയുമ്പോൾ ആ മൊഴിയിൽ പോലീസ് ഇപ്പോൾ ആ രീതിയിൽ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല പെൺകുട്ടി ഇവിടെ വന്ന് ഇറങ്ങിയിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് ഒരുപക്ഷെ അന്വേഷണ സംഘം എത്തിയേക്കും എന്നതിന്റെ സൂചനകളുമുണ്ട്. അങ്ങനെ ഒരു വലിയ CCTVയുടെ പല ഭാഗങ്ങളിലും CCTV പരിശോധിച്ചു. ഇതുവരെയും അത്തരത്തിൽ ഒരു തെളിവും CCTVയിൽ ലഭിച്ചിട്ടില്ല പെൺകുട്ടി ഇവിടെ വന്ന് ഇറങ്ങിയതിന്. ഇനി ബബിത പറയുന്നത് പോലെ നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തെങ്കിൽ ഒന്നുകിൽ അതിനുശേഷമുള്ള ചില റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അത് കുഴുത്തുറയുണ്ട്, ഇരണിയിലുണ്ട്, നാഗർകോവിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും പെൺകുട്ടി ഇറങ്ങിയിരിക്കുമോ ആ സംശയം പോലീസിന് സ്വാഭാവികമായി ഉണ്ടാകും. എങ്കിൽ ഒരുപക്ഷെ അന്വേഷണം അങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. ഇവിടെ വന്ന് ഈ പെൺകുട്ടി ട്രെയിനിൽ ഇറങ്ങുകയും അത് CCTV ഇല്ലാത്ത പ്ലാറ്റ്ഫോമിന്റെ വശത്തല്ലാതെ ട്രെയിനിന്റെ എതിർവശത്ത് ഏതെങ്കിലും ട്രാക്കിൽ ഇറങ്ങുകയോ പിന്നീട് അവിടെ നിന്ന് ഒളിച്ചിരുന്നിട്ട് വീണ്ടും ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുമ്പോൾ അതിലേക്ക് കയറി പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന സാധ്യതകളാണ് അതൊക്കെ. അത്തരം സാധ്യതകളിലേക്ക് പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായി പോയേക്കാം. അങ്ങനെയെങ്കിൽ പെൺകുട്ടി ചെന്നൈയിലേക്കുള്ള ആ ട്രെയിനിൽ കയറിയിരിക്കാം. ചെന്നൈയിലേക്ക് പോകുന്ന വഴി നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ മധുര ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റേഷനുകളിൽ പെൺകുട്ടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത്തരം പല സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് അക്ഷരാർത്ഥത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകാനാകാത്തൊരു സാഹചര്യമുണ്ട്. ഈ ബബിതയുടെ നൽകിയ ഫോട്ടോ അത് നെയ്യാറ്റിൻകര വരെ പെൺകുട്ടി ഐലൻഡ് എക്സ്പ്രസിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയൊക്കെ ആ രീതിയിൽ പോലീസ് വിശ്വസിക്കുന്നത് മാത്രമല്ല ഒരുപക്ഷെ ആ മൊഴി പോലീസ് ഇപ്പോൾ തള്ളിക്കളയുന്നു. അത് ഏതെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം വ്യാജ മൊഴി നൽകിയതും ഒക്കെ ആകാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിലുള്ളത്. ഏതായാലും പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിന് ഇതുവരെ പോലീസിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഐലൻഡ് എക്സ്പ്രസിൽ യാത്ര ചെയ്ത് കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന് പോലീസ് സംഘം വിശ്വസിക്കുന്നില്ല. അരുൺ, അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിൽ നിന്നും പലയിടത്തു നിന്നും പലതരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ കന്യാകുമാരിയിൽ അത്തരത്തിലൊരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ് നമുക്ക് പറയേണ്ടി വരും പ്രേക്ഷകരോട്. അത് അങ്ങനെ ഒരു സംഭവമില്ല. അരുൺ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകര വരെ ബബിത പറഞ്ഞതനുസരിച്ച് കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. അതിനുശേഷം എവിടെ വേണമെങ്കിലും കുട്ടി ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബബിത ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് ബബിത തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിയോട് ആ സമയത്ത് സംസാരിക്കാത്തതും എന്താണ് എന്ന് ചോദിക്കാത്തതും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ ഈ ഇടയ്ക്കുള്ള 3 സ്റ്റേഷനുകൾ എവിടെ വേണമെങ്കിലും കുട്ടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ? സമാന്തരമായി ഇപ്പോൾ കന്യാകുമാരിയിൽ നടത്തുന്ന തെരച്ചിൽ പോലെ മറ്റ് സ്ഥലങ്ങളിലും വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ടോ?
അതാണ് കന്യാകുമാരിയിൽ വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതേസമയം ഈ കുട്ടി കന്യാകുമാരിയിൽ ചെന്നിറങ്ങിയതിന് തെളിവുകളൊന്നും ഇപ്പോൾ പോലീസിന്റെ പക്കലില്ല എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. പോലീസ് അത്തരത്തിലൊരു വിവരം കൈമാറിയിട്ടില്ല. പോലീസിന് ആ രീതിയിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി എന്നുള്ളതിന്. അഥവാ അവിടെ CCTVയിൽ പെടാത്തതാണോ, കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള മറു ചോദ്യവും അവിടെ ബാക്കിയാകുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത്, ഏറ്റവും സാധ്യത കണക്കാക്കുന്നത് കന്യാകുമാരിയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ബീച്ച് സൈഡിലും മറ്റ് കടകളിലുമൊക്കെ ഈ ഫോട്ടോ, ബബിത എടുത്ത ഈ ഫോട്ടോ കാണിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി തന്നെ കുട്ടി മറ്റ് സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്കും പോലീസ് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ. വളരെ വേഗം